ഇപ്പൊ ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. സംസ്ഥാന സർക്കാർ PM-ശ്രീ പദ്ധതിയിൽ പങ്കാളിയാണ്. അല്ലെ, നമ്മളിപ്പോൾ നിർബന്ധിതരായിരിക്കുകയാണ്. നമ്മൾ ഗവൺമെന്റ് സൈൻ ചെയ്തു പണം വാങ്ങിച്ചു കഴിഞ്ഞു. PM-ശ്രീയുമായി ബന്ധപ്പെട്ട് PM-ശ്രീ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു നടപടിക്രമവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിച്ചിട്ടില്ല. ഈ വാർത്തയിൽ കൂടുതൽ വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ ചേരുന്നുണ്ട്. അനന്തൻ, രണ്ടുപേരും പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. മുൻ സർക്കാർ പറയുന്നു, മുൻ മന്ത്രിയായ വി ശിവൻകുട്ടി പറയുന്നു ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല എന്ന്. പക്ഷേ കരാറിൽ ഏർപ്പെട്ടു പോയത് കൊണ്ട് പിന്തിരിയാൻ പാടില്ല, തുടരുന്നു എന്നതാണ് പുതിയ മന്ത്രിസഭ മുഖ്യമന്ത്രി പറയുന്നത്. എന്താണ് യഥാർത്ഥ വിവരങ്ങൾ? മോദി PM-ശ്രീ കരാറിൽ ഒപ്പിട്ടത് കഴിഞ്ഞ സർക്കാരാണ്. സർക്കാരിന്റെ കാലത്താണ് ഒപ്പിട്ടത്. അത് വലിയ വിവാദമാവുകയും ആ നടപടിയെ പ്രതിപക്ഷം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിനൊപ്പം തന്നെ മന്ത്രിസഭയിലും വലിയ വിമർശനം അന്നുണ്ടായി. CPI ശക്തമായ എതിർപ്പ് ഉന്നയിച്ചു. അതേ തുടർന്നാണ് അതിലൊരു വിയോജന അല്ലെങ്കിൽ തൽക്കാലം മരവിപ്പിക്കണം എന്നുള്ളൊരു കത്ത് സംസ്ഥാന സർക്കാർ അയച്ചു എന്നൊക്കെയുള്ള വെളിപ്പെടുത്തൽ പിന്നീട് ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും UDF സർക്കാർ വരുമ്പോൾ PM-ശ്രീ കരാറിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതായിരുന്നു കൗതുകം. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രിയുടെ ഇക്കാര്യം ചോദിച്ചിരുന്നു. അന്നും അദ്ദേഹം എടുത്ത ഒരു നിലപാടെന്ന് പറയുന്നത് ആ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ PM-ശ്രീ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തു. അതിൽ മുഖ്യമന്ത്രി VD സതീശൻ വിശദീകരിച്ചത് ആ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു, അത് സംസ്ഥാന എന്ന നിലയിലാണ് ഒപ്പിട്ടിരിക്കുന്നത്, അതിൽ നിന്ന് നിലവിൽ പിന്മാറാനുള്ള ഒരു സാധ്യതയുമില്ല. അപ്പോൾ ഈ PM-ശ്രീ കരാറുമായി മുന്നോട്ട് പോകാനാണ് UDF സർക്കാരിന്റെ തീരുമാനം എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അതിന് നൽകുന്ന വിശദീകരണം അത് സ്റ്റേറ്റും കേന്ദ്രവും തമ്മിലുള്ള ഒരു കരാറാണ്, അതിൽ ഒപ്പിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞ സർക്കാരാണ് ഒപ്പിട്ടത്. മാത്രമല്ല, പുതിയ ഒരു സർക്കാർ വരുമ്പോൾ അത് നയമാറ്റം എന്ന രീതിയിൽ അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട പണത്തിന്റെ ഒരു വിഹിതം വാങ്ങിക്കഴിഞ്ഞു. ഇനി 1000 കോടിയിലധികം രൂപ ലഭിക്കാനുണ്ട്. അത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല. അപ്പോൾ അത് സംസ്ഥാനത്തിന്റെ അവകാശമാണ്. ആ പണം നേടിയെടുക്കുക തന്നെ ചെയ്യണം എന്നുള്ളൊരു നിലപാടാണ് UDF സർക്കാരിനുള്ളത്. പക്ഷേ അതിനകത്ത് സംസ്ഥാന സർക്കാർ ഒരു 2 ഉപാധികൾ കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. PM-ശ്രീ കരാറും നടപ്പാക്കുമ്പോൾ അതിൽ കരിക്കുലത്തിന്റെ സ്വാതന്ത്ര്യം സംസ്ഥാനത്തിന് നൽകണം. കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന കരിക്കുലം ഏറ്റെടുക്കാൻ തയ്യാറല്ല. ശബ്ദത്തിൽ എന്തോ സാങ്കേതിക തകരാറുണ്ടെന്ന് തോന്നുന്നു. അനന്തൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദ വിവരങ്ങളാണ് അനന്തൻ പങ്കുവച്ചുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് നേരത്തെ ഒപ്പിട്ട് പോയതാണ്. LDF സർക്കാരുമായി കരാറുണ്ടാക്കിയത് തുടരുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെ ഒരു തരത്തിലും ഇല്ല എന്നും ഒരു പൈസ പോലും കൈപ്പറ്റിയിട്ടില്ല എന്നുമാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്.